ഹായ് ഓൾ, ഇന്നത്തെ എൻ്റെ മിനി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രിയൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. പുലർച്ചെ 5 മണിക്ക് അലാറം വെച്ചിട്ടാണ് കിടന്നത്. 5 മണിക്ക് അലാറമൊക്കെ അടിച്ചു, പക്ഷെ പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. മഴ നിന്നിട്ട് എണിക്കാന്ന് പറഞ്ഞ് കിടന്നേ. പിന്നെ എണിച്ചതാണെങ്കിൽ 5:30 ആകുമ്പോൾ പിന്നെ തിരക്ക് പിടിച്ച് എണിച്ചു കേട്ടോ. പിന്നെ വേഗം പോയി ഇത് ചോറ് വെക്കാനുള്ള അരിയെല്ലാം കഴുകി അടുപ്പത്ത് വെച്ചു കേട്ടോ. പിന്നെ അലക്കാനുള്ള തുണികളിന് വേഗം മുക്കി വെച്ചു. പിന്നെ അതേ അടുക്കളയിൽ വന്ന് വേഗം ചായ വെക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഒരു ഗ്ലാസ് ചായ കിട്ടിയിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ്, ഒരു ഉഷാറ് കമ്മി പോലെ, ഉന്മേഷം കമ്മിയൊക്കെ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. രാവിലെ ഒരു ഗ്ലാസ് ചായ നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ ഈ ചായയൊക്കെ വെച്ച ശേഷം ഞാൻ ഇന്നലത്തെ കറിയൊന്നും തിളപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ കേരമീൻ വറ്റിച്ചിട്ടുണ്ടായിരുന്നു, മുളകിട്ട് വെച്ചതാണേ. അപ്പോൾ അത് രാവിലെ തന്നെ ഒന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് പിന്നെ ചാറ് കറിയൊന്നും വെക്കണ്ട. പിന്നെ ഇത് ഈ പച്ച വാഴയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. വാഴയ്ക്കയല്ല, നേന്ത്രക്കായ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിനൊന്ന് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. 2 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ നിറയെ വെള്ളം വെച്ചിട്ടുണ്ട്. ലേശം ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടും കൊണ്ട് ഇത് അടുപ്പത്ത് വെച്ചു. അതവിടെ ഇരിക്കട്ടെ, നമുക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം അല്ലേ. എനിക്ക് ഡെയിലി ഇത് ചെടികളുടെ അടുത്തേക്ക് ഒന്നും വന്നില്ലെങ്കിൽ എന്തോ പോലെ തോന്നുന്നുണ്ടോ. ഒന്നുമില്ല, ഡെയിലി നോക്കുന്നതാണ്, പക്ഷെ എന്നാലും മനസ്സിനൊരു എന്തോ പോലെ തോന്നുന്നുണ്ട് രാവിലെ ഒന്നും നോക്കിയിട്ടില്ലെങ്കിൽ. പിന്നെ ഇപ്പുറത്തെ സൈഡാണ് റോസാ ചെടിയിലൊക്കെ നിറയെ മൊട്ടും പൂവൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. മഴ കാരണം അത് അങ്ങനെ താഴ്ന്ന് നിൽക്കണേ. പിന്നെ അതിനൊക്കെ ശരിയാക്കി അപ്പോഴേക്കും ഇതേ ഉപ്പേരി വെന്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് താളിക്കാം. ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിയ ശേഷം നിറയെ ചെറിയുള്ളി ഇടുന്നുണ്ട് കേട്ടോ. ചെറിയുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നല്ലവണ്ണം ഇട്ടു. അതൊന്ന് മൂപ്പായ ശേഷം അതിലേക്ക് ഒരു 1.5 സ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുത്തിച്ചതച്ച മുളകാണേ. അപ്പോൾ അതൊരു 1.5 സ്പൂണോളം അതും ഇട്ട് പിന്നെ 2 കറിവേപ്പില ഇട്ടു. എന്നിട്ട് ഇത് നമ്മൾ വേവിച്ച് വെച്ച ഈ സാധനം അതിലേക്ക് കൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇളക്കണം കേട്ടോ. പിന്നെ ഒരുപാട് അത് തിളയ്ക്കാൻ പറ്റില്ല, കാരണം വാഴയ്ക്ക് പെട്ടെന്ന് അത് കട്ട പിടിക്കുക. ഒരു ലൂസായിരിക്കണം, എന്നാലേ നന്നായിരിക്കുള്ളൂ. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫാക്കി അതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുടിക്കാനും കുളിക്കാനുള്ള വെള്ളമൊക്കെ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വേഗം പോയി ഉള്ളൊക്കെ ഒന്ന് അടിച്ച് തുടച്ചു. പിന്നെ ഇത് അടുക്കളയൊക്കെ ഒന്ന് അടുപ്പത്തിട്ടും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ മുകളും ഒക്കെ വേഗം ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് ചോറെല്ലാം വെന്തിട്ടുണ്ടായിരുന്നു. ചോറെല്ലാം ഊറ്റി അങ്ങനെ അടുപ്പൊക്കെ തുടച്ചു കഴിഞ്ഞു. പിന്നെ രാവിലേക്ക് കഴിക്കാൻ വന്നിട്ട് ചപ്പാത്തി ഉണ്ടോ. അപ്പോൾ ഇത് വേഗം ചപ്പാത്തി ചുടാമെന്ന് വിചാരിച്ചു. ഇക്കാക്ക് ഫുഡ് കൊടുക്കണം, അപ്പോൾ വേഗം ചപ്പാത്തി ചുട്ടു. മീൻ കറി പിന്നെ രാവിലെ തന്നെ നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചൂടാക്കൊന്നും ചെയ്തില്ല. പിന്നെ ഇത് ഈ മോളുടെ ലഞ്ച് ബോക്സ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് മോൾ ഇക്കാൻ്റെ കൂടെയാണ് കേട്ടോ പോകുന്നത്. ഓട്ടോ വൈകിട്ടൊന്നുമില്ല. ഇന്ന് മോള് പറഞ്ഞു ഇക്ക കൊണ്ടാക്കിയാൽ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓട്ടോയിൽ പോകണില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് ഇക്ക കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇക്കത് റെഡിയാക്കി ഇക്ക കൂട്ടിയിട്ട് പോയിട്ടുണ്ട്. അതിന് മോള് പോയ ശേഷമാണ് ഞാൻ ദേ മോനെ കാണുന്നത് കേട്ടോ. മോനാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു പണി ഒപ്പിച്ചിട്ട് നിൽക്കുകയാണ്. എന്താണെന്ന് പറയുക, എൻ്റെ കൺമഷി, ലിപ് ബാം, ലിപ്സ്റ്റിക്ക് എല്ലാം എടുത്ത് വാരി തേച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനത് രാവിലെ തന്നെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തുണികളൊക്കെ വേഗം ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ കയ്യോടെ ആ തുണികളെല്ലാം വിരിച്ചിട്ടു. പിന്നെ അത് രാവിലത്തെ ഫുഡ് കഴിക്കണം. ഞാൻ ചപ്പാത്തിയാണ് കേട്ടോ എടുത്തത്. രാവിലെ ഫുഡ് ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തിയും പിന്നെ കുറച്ച് മീൻ കറിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി ഞാനും കഴിച്ചു. പിന്നെ ഞാൻ കാണുന്നത് വന്നിട്ട് നമ്മുടെ കാത്തുമില്ല, അതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാൻ ടാറ്റ ബൈ ബൈ.